ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെ AFSന്റെ ഭാഗമായിട്ടുള്ള റേഷ്യോ അനാലിസിന്റെ ചാപ്റ്ററാണ് എടുക്കുന്നത്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് 12 മാർക്കിനടുത്തുള്ള എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ടോപ്പിക്കാണ്. അതിൽ രണ്ട് തിയറി ടോപ്പിക്കിലേക്ക് കൂടുതൽ കയറുന്നില്ല, അത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ പ്രോബ്ലം ഏരിയയിലേക്കാണ് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ഏരിയയിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് റേഷ്യോസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് റേഷ്യോസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ +2 റേഷ്യോസ് പഠിച്ചത് കറണ്ട് റേഷ്യോസ്, സാക്രിഫൈസ് റേഷ്യോസ് പഠിച്ചിട്ടുണ്ടാവും, ഗെയിനിങ് റേഷ്യോസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച സാധനങ്ങളാണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ നമ്പേഴ്സ്. രണ്ടോ അതിൽ കൂടുതൽ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് പറയുന്നവരാണ് റേഷ്യോസ് എന്നാണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയുണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിൽ രണ്ട് മൂന്ന് ലെറ്റേഴ്സ്, ഇതിലും രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് നോക്കുകയാണ്. ഇപ്പൊ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസോ അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്തിട്ടാണ്ട് നിങ്ങൾ ഒരു അനാലിസിസ് നടത്തുകയാണ്. GP കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനോ സോൾവൻസി പൊസിഷൻ എല്ലാം കണ്ടുപിടിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയാണ്. അപ്പം അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് റേഷ്യോസ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ രണ്ട് ഐറ്റംസ് കമ്പയർ ചെയ്യുന്ന റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് റേഷ്യോസിൽ ഉൾപ്പെടുത്തുന്നത്. സോ അത് തന്നെ നിങ്ങൾക്ക് കൂടെ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് റേഷ്യോസ് പറയുന്നുണ്ട്. ദ റേഷ്യോ അനാലിസിസ് is the process of predetermined and interpreting numerical relation based on ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഐറ്റംസുമായിട്ട് കമ്പാരിറ്റീവ് ചെയ്ത് നോക്കുന്നതാണ് അക്കൗണ്ടിങ് റേഷ്യോസിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മളിവിടെ പഠിക്കാനുള്ളത് ഇപ്പൊ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. പ്രധാനപ്പെട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള റേഷ്യോസ്, അത് ഏതൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവൻസി റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റീസ് റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് പഠിക്കാനുള്ള റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലിക്വിഡ് റേഷ്യോസ് പറയുന്നത് വെച്ചാൽ എനിക്ക് ബിസിനസ്സിൽ രണ്ട് രീതിയിൽ ഉണ്ടാവുന്ന ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, ലാബിലിറ്റീസ് ഉണ്ടാവും, രണ്ടെണ്ണം. ഒന്നെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ഉണ്ടാവും, ഷോർട്ട് ടേം ലാബിലിറ്റി ഉണ്ടാവും, ലോങ് ടേം ലാബിലിറ്റി ഉണ്ടാവും. സോ ഈ ഷോർട്ട് ടേം ലാബിലിറ്റീസുമായി ബന്ധപ്പെട്ടതാണ് ഈ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അതിനെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾ ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ലാബിലിറ്റീസിനെയാണ് ഷോർട്ട് ടൈം ലാബിലിറ്റിയിലും കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം സോൾവൻസി പൊസിഷൻ, ഷോർട്ട് ടേം സോൾവൻസി, നിങ്ങൾക്ക് ഷോർട്ട് ടേം ബാധ്യതകൾ വീട്ടാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഷോർട്ട് ടേം ബാധ്യതകൾ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഷോർട്ട് ടേം ഉദ്ദേശിക്കുന്നത് വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഉണ്ടെങ്കിൽ ആ കൊടുക്കാൻ കഴിയോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഇവിടെ പറയുന്നുണ്ട് ദ ഫേം ടു എബിലിറ്റി ടു മീറ്റ് കറണ്ട് ഒബ്ലിഗേഷൻ. കറണ്ട് ഒബ്ലിഗേഷൻസ് ചെക്ക് ചെയ്യാൻ, ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഇതിൽ രണ്ട് റേഷ്യോസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കറണ്ട് റേഷ്യോ ഉണ്ട്, ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഉണ്ട്. ആദ്യം കറണ്ട് റേഷ്യോസിലേക്ക് പോവാം. കറണ്ട് റേഷ്യോസിലേക്ക് പോകുമ്പോൾ ആദ്യം ഇത് എന്ന് പറയുന്നത് ഈ കറണ്ട് റേഷ്യോസിൽ പറയുന്നത് രണ്ട് റേഷ്യോസിന്റെ റിലേഷൻഷിപ്പാണ് മെയിൻ ആയിട്ട്. അതിലൊന്നാണ് കറണ്ട് റേഷ്യോസ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. സോ നിങ്ങളുടെ കറണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയറിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ലാബിലിറ്റീസിനെയാണ് എന്ത് പറയാം? കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇത് മിനിമം എത്ര വരുന്നത് വെച്ചാൽ 2:1 ആയിരിക്കണം. നിങ്ങളെ ലാബിലിറ്റിന്റെ അല്ലെങ്കിൽ ലാബിലിറ്റിന്റെ ഡബിൾ ആയിരിക്കും നിങ്ങൾ അസറ്റ്. 2 എന്നൊന്നും ഉദ്ദേശിക്കുന്ന കറണ്ട് അസറ്റും 1 ഉദ്ദേശിക്കുന്നത് കറണ്ട് ലാബിലിറ്റിയും. അതായത് കറണ്ട് ലാബിലിറ്റിന്റെ ഡബിൾ ആയിരിക്കണം എപ്പോഴും നിങ്ങളെ കറണ്ട് അസറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന് മുന്നോട്ട് പറയുന്നത് എന്തൊക്കെ കാര്യം ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം.
കറണ്ട് റേഷ്യോസ് പറയുന്നത് കറണ്ട് റേഷ്യോസ് ഈസ് പ്രൊപ്പോർഷൻ ഓഫ് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റിന് നിങ്ങൾക്ക് അറിയാലോ, ക്യാഷും അതർ ഇതെല്ലാം ക്യാഷ് എല്ലാം വരുന്നതാണ്. അത് വിത്തിൻ കവണിയാനുള്ള ക്യാഷ് ആക്കി മാറ്റാൻ പറ്റിയ രൂപത്തിലുള്ളതാണ്. ഇതിൽ കറണ്ട് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് വരും, ഇൻവെന്ററി പറഞ്ഞ സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് വരും, ബിൽസ് റിസീവബിൾസ് വരും, ക്യാഷ് വരും, ഷോർട്ട് ടേം ലോൺസ് വരും, അഡ്വാൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എല്ലാം വരുന്ന സാധനങ്ങളാണ് ഇത് വരുന്ന ടുഡിംഗ് ഒക്കെ വരും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഈ ഇത്ര ഐറ്റംസ് ഒരു ഫോർമാറ്റ് കോളമായിട്ട് വെച്ച് ചെയ്യാം. കറണ്ട് ലാബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് ഇതേമാതിരി ഷോർട്ട് ടേം ബോറോയിങ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ് എല്ലാം വരിക. എപ്പോഴും കറണ്ട് അസറ്റ് റേഷ്യോ എന്ന് എത്ര ആയിരിക്കണം? 2:1 ആയിരിക്കണം. അതായത് ഈ 2:1 ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായിരിക്കുന്നത്? 2:1 എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റിയാണ്. ലാബിലിറ്റിന് ഡബിൾ ആയിരിക്കണം എന്ത് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കിയേക്കാം. കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത്. നമുക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അവർ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് എന്തെല്ലാമാണ് കറണ്ട് അസറ്റ്, എന്തെല്ലാമാണ് കറണ്ട് ലാബിലിറ്റീസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. കറണ്ട് ലാബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. കറണ്ട് റേഷ്യോസ് എപ്പോഴും ആയിരിക്കണം? 2:1 ആയിരിക്കണം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലാബിലിറ്റിയും 2 എന്ന കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് റെഫർ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. വലിയൊരു പാരഗ്രാഫ് ബാലൻസ് ഷീറ്റ് കാണും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നേരെ എന്താ ചെയ്യുക? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എഴുതാം. കറണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. കറണ്ട് റേഷ്യോസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. സോ നിങ്ങൾ നെക്സ്റ്റ് ഏതെല്ലാമാണ് ഇതിൽ കറണ്ട് അസറ്റ് ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ കറണ്ട് അസറ്റ് വരുന്ന സമയത്ത് ഓക്കെ, കറണ്ട് അസറ്റ് ഇതാ ഈ ഹെഡ് മൊത്തം എടുക്കുക. ഇതിൽ ഇൻവെന്ററീസ് ഉണ്ട്. ഇൻവെന്ററീസ് എടുക്കുക. ഇൻവെന്ററീസ് 1,50,000. പിന്നെ നെക്സ്റ്റ് ഐറ്റം ട്രേഡ് റിസീവബിൾ 90,000. നെക്സ്റ്റ് വൺ ലോൺസ് ഇൻ അഡ്വാൻസ്. വരുന്നത് 10,000. ക്യാഷ് 50,000. ഇതാണ് നിങ്ങളുടെ കറണ്ട് അസറ്റ് ടോട്ടൽ. അപ്പം ടോട്ടല് 2 lakh ആൻഡ് 3 lakh ഉണ്ട് കറണ്ട് അസറ്റ്. നിങ്ങൾക്ക് അടുത്ത് വേണ്ടത് കറണ്ട് ലാബിലിറ്റി വേണം. കറണ്ട് ലാബിലിറ്റി നോട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ലാബിലിറ്റീസ് താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോവാം. കറണ്ട് ലാബിലിറ്റീസ് ഈ 3 ലാബിലിറ്റീസ് ആണ്. ഷോർട്ട് ടേം ലാബിലിറ്റീസ്, ഷോർട്ട് ടേം ലോൺസ് 50,000. ട്രേഡ് പേബിൾ നിങ്ങളെ ലാബിലിറ്റി ആണ് 70,000. പ്രൊവിഷൻ ഫോർ ടാക്സ് നിങ്ങളെ ലാബിലിറ്റി ആണ് 30,000. സോ ടോട്ടല് 1,50,000 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഐഡിയൽ റേഷ്യോ എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 2:1. അതായത് നിങ്ങൾ ലാബിലിറ്റിന്റെ ഡബിൾ ആയിരിക്കണം നിങ്ങൾ അസറ്റ്. അതാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ നിങ്ങളെ ലാബിലിറ്റി എത്രയുണ്ട്? 1,50,000 ഉണ്ട്. 1,50,000 ഡബിൾ ഉണ്ട് 3 lakh. യെസ്, നിങ്ങളെ ഐഡിയൽ നിങ്ങളെ ഷോർട്ട് ടേം ബാധ്യതകൾ മീറ്റ് ചെയ്യാൻ നിങ്ങളെ കറണ്ട് അസറ്റ് സഫീഷ്യന്റ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ റേഷ്യോസ് ചെക്ക് ചെയ്ത് നോക്കാം. റേഷ്യോസ് ചെക്ക് ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി പറയുമ്പോൾ 3 lakh ഡിവൈഡ് ബൈ 1,50,000 ഈക്വൽ ടു 2 കിട്ടും. അപ്പൊ 2ന്റെ അപ്പുറത്ത് എപ്പോഴും 1 നിങ്ങൾ എഴുതി വെക്കണം. ഈ 1 ഉദ്ദേശിക്കുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. 2 ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റ് ആണ്. താഴെ എഴുതി വെക്കണം. നിങ്ങൾ സോൾവൻസി എന്താ പറയാ, ഈ ഷോർട്ട് ടേം സോൾവൻസി ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കണം. ഐഡിയൽ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് വെക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് സെയിം ഓൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീണ്ടും ചോദിച്ചത് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. കറണ്ട് റേഷ്യോസിൽ വരുന്നത് നമുക്ക് ഓൾറെഡി കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഏതൊക്കെ കറണ്ട് അസറ്റ്, ഇതിൽ ഏതൊക്കെ കറണ്ട് ലാബിലിറ്റീസ് നോട്ട് ചെയ്ത് വെക്കാം.
നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ കറണ്ട് അസറ്റ് നമുക്ക് ആദ്യം ഇവിടുന്ന് പോവാം. ട്രേഡ് കറണ്ട് അസറ്റും ഇവിടെ കറണ്ട് ലാബിലിറ്റി കൊടുക്കുക. ട്രേഡ് പേബിൾ കറണ്ട് ലാബിലിറ്റി ആണ്. ട്രേഡ് പേബിൾ 1,50,000. ഇൻവെന്ററീസ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ഇൻവെന്ററീസ് 50,000 കറണ്ട് അസറ്റ് ആണ്. നെക്സ്റ്റ് ഐറ്റം പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്. 30,000 30,000. നല്ല സുഖമാണ് ഈ റേഷ്യോ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ചെയ്യാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് 30,000. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലാബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 30,000 ഉണ്ട്. പിന്നെ ക്യാഷ് ബാങ്ക് നമ്മൾ അസറ്റ് ആണ്. ബാങ്ക് നമുക്ക് 50,000 ഉണ്ട്. അതിന് ആൻസർ നിങ്ങൾ നേരെ ആൻസറിലേക്ക് നോക്കി ചെയ്യരുത് ദയവേത്, ഒന്നും മനസ്സിലാവില്ല. ക്യാഷ് ഇൻ ആൻഡ് അസറ്റ് ആണ് 20,000. ട്രേഡ് റെസീവബിൾ അസറ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യം ഞാൻ നേരത്തെ ഫോർമാറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടത്. ട്രേഡ് റെസീവബിൾ അസറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും 50,000. പ്രൊവിഷൻ ഫോർ ടാക്സ് നിങ്ങൾ അസറ്റ് അല്ല, മീൻസ് ലാബിലിറ്റി. റോൾ ചെയ്ത് നോക്കാം എത്ര വരുന്നു നോക്കാം. എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങളെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 3 lakh ഉണ്ട്. നിങ്ങളെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ 2,50,000 ഉണ്ട്. നിങ്ങളെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് 3 lakh ഡിവൈഡ് ബൈ 2,50,000 ആണ് വേണ്ടത്. സോ നിങ്ങൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 lakh ഡിവൈഡ് ബൈ 2.5 എന്ന് കഴിയുമ്പോൾ 1.2:1 ആണ്. അതായത് നിങ്ങളെ കറണ്ട് ലാബിലിറ്റി 1ഉം കറണ്ട് അസറ്റ് 1.2 ആണ്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ഐഡിയൽ കപ്പാസിറ്റി എത്ര വേണം? 2:1 ആണ്. അതായത് ഇതിന്റെ ഡബിൾ ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഇത്. സോ നിങ്ങളെ സോൾവൻസി പൊസിഷൻ വെരി ലോ ആണ്. സോൾവൻസി പൊസിഷൻ ലിക്വിഡിറ്റി പൊസിഷൻ വെരി ലോ ആണ്. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് 2024 മാർച്ച് 2024 ക്വസ്റ്റ്യൻസ് ആണത്. ശ്രദ്ധിക്കാം. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ഈക്വൽ ടു കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. ലിക്വിഡ് റേഷ്യോ നമുക്ക് എടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇതിലേക്ക് ലിക്വിഡ് റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ലിക്വിഡ് റേഷ്യോ വെച്ച് സമയത്ത് ചെയ്ത് നോക്കാം. ലിക്വിഡ് റേഷ്യോ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഓക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മാർച്ച് 2022 ക്വസ്റ്റ്യൻസ് ആണത്. മാർച്ച് 2022 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ചെയ്ത് നോക്കാം. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതൊക്കെ വരിക മാക്സിമം. ഇവിടെ കറണ്ട് റേഷ്യോസും ക്വിക്ക് റേഷ്യോസ് ഉണ്ട്. ഞാൻ കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ ഒപ്പരം പറഞ്ഞുതരാം. അത് ടൈമിൽ ഡിസ്കസ് ചെയ്യാം. സോ കറണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന മെയിൻ ഹെഡിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്. ലിക്വിഡ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ റേഷ്യോസിലുള്ള ഫസ്റ്റ് ടൈപ്പിലുള്ള ഫസ്റ്റ് പറയുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്വിക്ക് റേഷ്യോസിലേക്കാണ്. സോ ജസ്റ്റ് എന്ത് ചെയ്യാം, ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാരണം കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. ഇതിന് ഐഡിയൽ പൊസിഷൻ എത്ര ആയിരിക്കണം?
2:1 ആയിരിക്കണം എപ്പോഴും. ഓക്കെ.